അയ്യോ അയ്യോ വെള്ളം നാടേ വെള്ളം വെള്ളം അയ്യോ അയ്യോ എന്ത് പറ്റി കണ്ടാക്കെ? എന്ത് പറ്റി? ഗതക്കണം. പോലീസ് ഓടിച്ച്. പോലീസ് എന്തിനി? എന്താ എനിക്കറിയാം. പെമ്പളകളുടെ വീട്ടിൽ ചെന്ന് കയറിക്കാം. ചുമ്മാ പോലീസ് ഓട്ടിക്കോ? ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചോ? ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കണത് ഇപ്പൊ ഭയങ്കര കുറ്റമാണ് കണ്ടാക്കെ. പള്ളിയിലല്ല നടന്നാണ് വന്നത്. അണ്ണ ഇങ്ങനെ പറയാത്തെ, ഇങ്ങനെ സ്വഭാവം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സംഭവം പെണ്ണ് കയറിയ പോലീസ് നമ്മളെ കൂടി പൊക്കായിരുന്ന കൊള്ളാം. ഇപ്പൊ പിടിക്കും. കൺട്രാക്ടിനെ പോലീസ് ഓടിച്ചത് എന്തിനാണെന്ന് ഇപ്പൊ പിടിക്കും. കൺട്രാക്ടിന്റെ ഈ ഡ്രസ്സാണ് പ്രശ്നം. ഈ ഡ്രസ്സാണ് ഇങ്ങനെ ഈ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് മുഖ്യമന്ത്രി പോണ വഴിയിൽ ചെന്ന് നിന്നാണ്. പോലീസുകാരന്മാർ വിചാരിച്ച് ഇങ്ങനെ കരിങ്കൊടി കാണിക്കാനാണ് പോയി നിൽക്കണമെന്ന് വിചാരിച്ചെടുത്തിട്ട് ഓട്ടിച്ചതാണ്. എനിക്കാണെങ്കിൽ 11 മണിക്ക് കോർപ്പറേഷനിൽ പോകാൻ വേണം. കോർപ്പറേഷൻ ഓഫീസിൽ പോണതിൽ ഇപ്പൊ എന്താണ്? മുഖ്യമന്ത്രി പോലീസൊക്കെ എപ്പോഴേ പോയിക്കാണ്. കൺട്രാക്ട് ധൈര്യമായിട്ട് ചെല്ല്. ധൈര്യമായിട്ട് പോകണ്ടാകെ നമ്മളെ പണികൾ മെനക്കെടുത്ത കൺട്രാക്ട് ധൈര്യമായിട്ട് പോകാം. ഇങ്ങനെ കോർപ്പറേഷൻ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് പോകണം. ഇനി വല്ല വീട്ടിലും കയറാൻ പോണേ എന്നെ. എന്തൊരു ഗതികേറി. ഷർട്ട് പോലും കളർ നോക്കി ഇടേണ്ട ഒരു അവസ്ഥയായി. കറുപ്പുകൊണ്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കാനേ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കാറ് കറുപ്പല്ലേ. അതുപോലെ തന്നെ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിലും മുഖ്യമന്ത്രി പോയത് കറുത്ത ബസ്സിലല്ലേ. അതിലൊന്നും ഒരു കാര്യമില്ലേ. അധികാരമുള്ളവര് പറയും, വോട്ടിട്ട് ജയിപ്പിച്ച മണ്ടന്മാരായ ജനങ്ങൾ അനുസരിച്ചു. എന്തൊരു പേപ്പറായത്. യുവമാർക്ക് ഒരു നിയമം, നാട്ടുകാർക്ക് മറ്റൊരു നിയമം. ഇതൊക്കെയാണ് രാജഭരണം. അണ്ണാ 2 ആഴ്ചക്ക് മുമ്പേ മുഖ്യമന്ത്രി സഞ്ചരിച്ചപ്പോ കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളെ ഹെൽമെറ്റ് വെച്ചും പൂച്ചട്ടി വെച്ചും കുറുത്തടി വെച്ചും ചന്ന പിന്നെ അടിച്ച് റൊട്ടിയാക്കിയാണ്. അത് രക്ഷാപ്രവർത്തനം. അതായത് കരിങ്കൊടി കാണിച്ച പൈലുകള് ബസിന്റെ അടിയിൽ ചെന്ന് വീഴാതിരിക്കാൻ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം. ഇതിനും പേര് ഒരു ബസിന്റെ അടിച്ചെന്ന് വീഴണമായിരുന്നു. എന്തൊരാളെ മണ്ട കുളക്കണ അടി. ഹലോ. ഓ ശരി. എന്താണ് ആര്? കൺട്രാക്ട് അകത്തായ ഇപ്പൊ പറഞ്ഞു വിടണ്ടേ? നമ്മൾ നിർബന്ധിച്ചാണ് പറഞ്ഞു വിട്ടത്.